ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര സർക്കാരുകൾ കടപ്പത്രത്തിലൂടെ 12,000 കോടി വീതം വീണ്ടും കടമെടുക്കുന്നു. നാളെയാണ് ഇരു സംസ്ഥാനങ്ങളും കൂടി ചേർന്ന് 24,000 കോടി കടമെടുക്കുന്നത്. ഒരാഴ്ച ഇത്രയും തുക കടപ്പത്രങ്ങൾ വഴി കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരോ സമാഹരിക്കുന്നത് ഇതാദ്യമായാണ്. ബി ബാലഗോപാൽ വിവരങ്ങളുമായുണ്ട്. ബാലു, വിശദാംശങ്ങൾ എങ്ങനെയാണ്? അക്ഷയ, ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര സർക്കാരുകളാണ് 12,000 കോടി രൂപ വീതം ഈ കടപ്പത്രത്തിലൂടെ നാളെ കടമെടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അറിയിപ്പ് പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. സാധാരണഗതിയിൽ ചൊവ്വാഴ്ചകളിലാണ് ഈ സംസ്ഥാനങ്ങൾ കടപ്പത്രങ്ങളിലൂടെ കടമെടുക്കുന്നത്. ഇന്നലെ കേരളം ഉൾപ്പെടെ 17 സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ചേർന്ന് 50,206 കോടി രൂപ കടമെടുത്തിരുന്നു. കേരളം 3,740 കോടി രൂപയുടെ കടമായിരുന്നു എടുത്തിരുന്നത്. ഇന്നലെ തന്നെ ഈ ഉത്തർപ്രദേശ് 8,000 കോടിയും മഹാരാഷ്ട്ര 6,000 കോടിയും കടമെടുക്കുകയും ചെയ്തിരുന്നു. ഇതിനു പുറമെയാണ് ഈ രണ്ട് സംസ്ഥാനങ്ങളും നാളെ 12,000 കോടി രൂപ കൂടി കടമെടുക്കാൻ വേണ്ടി ഇപ്പോൾ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനത്തെ ആഴ്ചയ്ക്ക് തൊട്ടു മുമ്പാണ് ഇത്ര വ്യാപകമായ തോതിലുള്ള കടമെടുപ്പ് ഈ രണ്ട് സംസ്ഥാനങ്ങളും നടത്തുന്നതെന്ന പ്രത്യേകതയുമുണ്ട്. പ്രത്യേകിച്ച് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തു വരുന്ന സാഹചര്യത്തിൽ ഈ സംസ്ഥാനത്ത് ഈ ട്രഷറി നിയന്ത്രണങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകാതിരിക്കാനാണ് ഇത്തരത്തിലൊരു നടപടികളിലേക്ക് ഈ രണ്ട് സർക്കാരുകളും കടന്നിരിക്കുന്നത് എന്നാണ് പൊതുവെ ഈ സാമ്പത്തിക വിദഗ്ധരും മറ്റും കരുതുന്നത്. ഏതായാലും നാളെ ഉത്തർപ്രദേശും അതുപോലെ തന്നെ മഹാരാഷ്ട്രയും സംയുക്തമായി 24,000 കോടി രൂപയാണ് കടപ്പത്രത്തിലൂടെ കടമെടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. നാളെ തന്നെയാണ് ഈ കേരളത്തിൻ്റെ ഹർജി, അധിക കടമെടുപ്പിന് അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കേരളത്തിൻ്റെ ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നതും. അക്ഷയ.